ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇറാനി പോള. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലെ മെയിൻ ഐറ്റം ചിക്കൻ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ചിക്കൻ്റെ കുറച്ച് ബ്രസ്റ്റ് പീസസ് എടുത്തിട്ടുണ്ട്. ബോണുള്ള പീസായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ബോൺലെസ് പീസ് എടുത്തെന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇറാനി പോള തയ്യാറാക്കുമ്പോൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഞാനിവിടെ വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. വേവിച്ചിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഫ്രൈ ചെയ്താണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റിൽ വെക്കാം. ആ സമയത്ത് ഇതിനാവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാൻ എടുത്ത് അത് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഞാനിവിടെ 1.5 സവാള നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവാള ആയ കാരണമാണ് ഞാൻ 1.5 സവാള എടുത്തത്. നിങ്ങൾക്ക് മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 2 സവാള വരെ എടുക്കാം. ഇനി അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഓവറായിട്ട് വാട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ കുറച്ച് ചേർത്തതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും മസാലകൾ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. മസാലയുടെ പച്ചക്കുത്തൊക്കെ പോകുന്നത് വരെ നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് പൊടിച്ചു വെച്ച ചിക്കൻ ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തതാണ് ഇഷ്ടമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതല്ല ഇങ്ങനെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി ഈ ചിക്കനും മസാലയും കൂടെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ആക്കി കൊടുക്കാം. ഇനി മസാലയ്ക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ നോക്കിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇവിടെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദമാവാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തിളപ്പിച്ച പാലാണ്, അല്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ തിളപ്പിച്ചതുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടാൽ അതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും.
ഇനി ഇത് നല്ല സ്മൂത്തായി തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയും ലൂസായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു അടി കട്ടിയുള്ള ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായി നമ്മൾ പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് ഡയറക്റ്റ് ഹീറ്റ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെറുതായി ഒന്ന് കുക്കായി കിട്ടണം. എന്നിട്ടാണ് അതിലേക്ക് മസാല ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഫിൽ ചെയ്ത് കൊടുക്കണം. ചെറുതായി കുക്കാവാതെ ഇട്ട് കൊടുത്താൽ മസാല എല്ലാം കൂടെ മിക്സായി പോവും. അതിനാണ് നമ്മൾ ആദ്യം നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കുക. മാക്സിമം സെൻറ്ററിൽ തന്നെ ഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൈഡിലേക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. സൈഡിലേക്കായാൽ നമുക്ക് പോള നന്നായി കവർ ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആദ്യം സൈഡൊക്കെ കവർ ചെയ്തതിന് ശേഷം വേണം സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഫുള്ളായി കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വെറും ഡെക്കറേഷൻ അല്ല കേട്ടോ. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. കുക്കായിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു കത്തി എടുത്ത് ചെറുതായി ഒന്ന് കുത്തി കൊടുക്കാം. ഇപ്പോൾ കത്തിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഈ പോളയൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അടിഭാഗം കൂടെ ഒന്ന് കുക്കായി വരാൻ. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് അതുപോലെ തന്നെ സെർവ് ചെയ്യാം. അതല്ല അടിയിലും കൂടെ ഒന്ന് കുക്കായി വരണം എന്നുള്ളവർക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, മസാലയൊക്കെ നന്നായി ഉള്ളിൽ സ്റ്റഫായിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.